നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. കേരളത്തെ നടുക്കിയ കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ രണ്ടാമത്തെ കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതി ജഡ്ജ് ആഷ് കെ ബാൽ ശിക്ഷിച്ചത് തൊടുപുഴ എടനാട് പുരയിടത്തിൽ വിനീഷിനെ 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് 16 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കിണറ്റിൽ 2 നായ്ക്കളുടെ ജഡം തള്ളിയതായി പരാതി. അഴുകിയ നിലയിൽ നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത് വെള്ളിലാങ്കണ്ടം PDS തുരുത്ത് ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായ കിണറ്റിൽ. ഇത് മനസ്സിലാക്കാതെ കിണറ്റിലെ വെള്ളം ഗുണഭോക്താക്കൾ ഉപയോഗിച്ചത് ഒരാഴ്ചയോളം. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിൽ കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. നിയന്ത്രണം വിട്ടുവരുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് 300 അടിയോളം താഴ്ചയിൽ പതിക്കുന്നത് തങ്കച്ചന്റെ വീടിന് മുകളിലേക്ക്. കട്ടപ്പനയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തയ്യാറായില്ലെന്ന് ആക്ഷേപം. അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സമീപിച്ചെങ്കിലും പരിക്കേറ്റയാളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓട്ടം പോകാൻ ഇവർ തയ്യാറായില്ലെന്ന് പരാതി. വിശദമായ വാർത്തകൾ. കേരളത്തിൽ നടുക്കിയ കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ രണ്ടാമത്തെ കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. തൊടുപുഴ എടനാട് പുരയിടത്തിൽ വിനീഷിനെയാണ് തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതി ജഡ്ജി ആഷ് കെ ബാൽ ശിക്ഷിച്ചത്. 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. തൊടുപുഴ എടനാട് പുരയിടത്തിൽ വിനീഷിനെയാണ് തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതി ജഡ്ജി ആഷ് കെ ബാൽ ശിക്ഷിച്ചത്. 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. ഇതിനു പുറമെ അതിജീവിതയ്ക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. വിധിക്ക് പിന്നാലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. 2021 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന കടയിൽ വെച്ചായിരുന്നു സംഭവം. കടയിലെ മാനേജരായിരുന്ന വിനീഷ് സ്റ്റാഫ് റൂമിൽ വെച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ലൈംഗികാതിക്രമത്തിനും ബലാത്സംഗത്തിനും ഇരയാക്കുകയായിരുന്നു. 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ബന്ധുക്കളുടെ ഒത്താശയോടെയും ഇടനിലക്കാരുടെ സഹായത്തോടെയും പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച നിരവധി പേർ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. പീഡനത്തെ തുടർന്ന് പെൺകുട്ടി 5 മാസം ഗർഭിണിയായതോടെയാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും പീഡന വിവരങ്ങൾ അറിയാമായിരുന്നുവെന്നും 7 കേസുകളിൽ അമ്മയും ഇടനിലക്കാരനും കൂട്ടുപ്രതികളാണെന്നും പോലീസ് കണ്ടെത്തി. തൊടുപുഴ ഇൻസ്പെക്ടർ VC വിഷ്ണുകുമാർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 27 സാക്ഷികളെ വിസ്തരിക്കുകയും 47 രേഖകൾ ഹാജരാക്കുകയും ചെയ്തതായി അഭിഭാഷകർ പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി വിനീഷ് വിജയൻ എന്ന പ്രതിക്ക് 12 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ബഹുമാനപ്പെട്ട തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീമതി ആഷ് കെ ബാൽ ശിക്ഷിക്കുകയുണ്ടായി. 4 ലക്ഷം രൂപ വിക്ടിം കോമ്പൻസേഷൻ കൊടുക്കുന്നതിനും കൂടാതെ വിക്ടിമിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ആവശ്യമായ സംഖ്യ ലഭ്യമാക്കുന്നതിന് വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പ്രതി ഇതേ പെൺകുട്ടിയെ തന്നെ കൂട്ടബലാത്സംഗം ചെയ്തതിന് മറ്റൊരു കേസിൻ്റെ വിചാരണയും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ കേസിൽ പ്രതി മാനേജരായി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്നതായിരുന്നു ഈ കുട്ടി. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്തതിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. വാളയാർ കേസിൽ CBI സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് പയസ് മാത്യു തൃശൂരാണ് ഈ കേസിനായും ഹാജരായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം SI അജിലാൽ, വിക്ടിം ലൈസൺ ഓഫീസർ നീതു കൃഷ്ണ, ACPO ജനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചത്. ആകെ രജിസ്റ്റർ ചെയ്ത 28 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ളവയിൽ വിചാരണ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് 16 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ കിണറ്റിൽ 2 നായ്ക്കളുടെ ജഡം തള്ളിയതായി പരാതി. വെള്ളിലാങ്കണ്ടം PDS തുരുത്ത് ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായ കിണറ്റിലാണ് അഴുകിയ നിലയിൽ നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത്. ഇത് മനസ്സിലാക്കാതെ കിണറ്റിലെ വെള്ളം ഒരാഴ്ചയോളം ഗുണഭോക്താക്കൾ ഉപയോഗിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്.
മൂടിക്കെട്ടി സുരക്ഷിതമായി വെച്ചിരുന്ന കിണറ്റിലാണ് നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത്. കിണറ്റിലെ വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നായ്ക്കളുടെ ജഡം കണ്ടെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് ഞങ്ങളുടെ 16 വീട്ടുകാരുടെ കുടിവെള്ളമാണ്. PDS കുടിവെള്ള പദ്ധതിയാണിത്. ഞാനാണ് ഇതിൻ്റെ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്നും മോട്ടർ ഇടും. 2.25 മണിക്കൂറാണ് ഇതിൻ്റെ വെള്ളം അടിച്ച് PDSൻ്റെ അവിടെയാണ് ഇതിൻ്റെ ടാങ്ക് ഇരിക്കുന്നത്. അങ്ങോട്ടാണ് അടിക്കുന്നത്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഇന്നലെ താമസിച്ച് 4 മണിക്കാണ് മോട്ടർ ഇടാൻ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ദുർഗന്ധം, ഉളുമ്പ് മണവും ഇതുമായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ഈ നെറ്റ് മാറ്റി നോക്കിയപ്പോൾ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവിടെ മൊത്തം തീറ്റപ്പില്ലായതുകൊണ്ട് ഞാനിത് വകഞ്ഞ് മാറ്റി ഞങ്ങൾക്ക് താഴെ ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ ചെന്ന് നെറ്റ് മാറ്റി നോക്കിയപ്പോഴത്തേന് 3 എന്തോ ജീവികൾ അതിനകത്ത് ചത്ത് കിടക്കുന്നു. പുഴു അരിച്ച് ആ പുഴു ഇങ്ങനെ റിങ്ങിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ഞങ്ങളുടെ കുടിവെള്ള പദ്ധതിയിലുള്ള അംഗങ്ങളെ, കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു. അവരും വന്നിത് കണ്ട് അവരിത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഇത്രയും ദിവസവും ഞങ്ങൾ ഈ മലിനമായ ജലം, ഈ പുഴു അരിച്ച ജലമാണ് എല്ലാവരും കുടിച്ചുകൊണ്ടിരുന്നത്. കൊച്ചുകുട്ടികളിപ്പോൾ ഞങ്ങൾ 10-50ഓളം പേരുണ്ട്. ഈ 16 കുടുംബങ്ങളിൽ 10-50ഓളം വീട്ടുകാരുണ്ട് ഞങ്ങൾ ഈ കുടിച്ചത്. അപ്പം ഞങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുടെ ഞങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കുമ്പോൾ പലരും പറയുന്നു ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഛർദ്ദിക്കാൻ വന്നു, ഓക്കാനം വന്നു എന്നൊക്കെ പറയുന്നു. എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായ 74,800 രൂപയും ഗുണഭോക്തൃ വിഹിതമായ 80,000 രൂപയും ഉപയോഗിച്ച് 2011-12 സാമ്പത്തിക വർഷത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കിണറ്റിലെ വെള്ളം വേനൽക്കാലത്ത് വറ്റുന്നതിനാൽ അല്പമകലെ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ മറ്റൊരു കിണർ കൂടി നിർമ്മിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കിണറ്റിലാണ് നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത്. കിണർ പച്ചവല ഉപയോഗിച്ച് മൂടിക്കെട്ടി സംരക്ഷിച്ചിരുന്നു. ഇതിനു ചുറ്റും തീറ്റപ്പുൽ വളർന്നു നിൽക്കുന്നതിനാൽ ഇവിടെ ആരെങ്കിലും എത്തിയാൽ പോലും കാണാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ പദ്ധതിയിൽ 16 കുടുംബങ്ങളാണ്. അതിലൊരു പിള്ളേരും കുഞ്ഞുങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു 10-60 പേരോളം ഉണ്ട്. ഇത്രയും പേർക്കും വേറെ ഒരു സ്ഥലത്തു നിന്നും വെള്ളം കിട്ടാനുള്ള യാതൊരു സ്രോതസ്സും ഇല്ല. ഇതിനെ മാത്രം ആശ്രയിച്ച് ആണ് ഞങ്ങൾ കഴിയുന്നത്. ഈ 16 വീട്ടുകാരും അവരുടെ കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാവരും. പക്ഷേ ഈ 4-5 ദിവസമായിട്ട് ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കിണർ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുകയോ അല്ലെങ്കിൽ ആ കിണറിൻ്റെ അവിടോട്ടൊന്ന് പോയി നോക്കാൻ പറ്റുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ മോട്ടർ ഓപ്പറേറ്റർ രാവിലെ അടിക്കാൻ വരും. അവിടുന്ന് ഇവിടെ തന്നെയാണ് സ്വിച്ച് വെച്ചേക്കുന്നത്. ആ സ്വിച്ച് ഇടും, അവിടുത്തെ വെള്ളം ഇവിടെ വീഴും. അത് കഴിയുമ്പോൾ ഇവിടുത്തെ മെയിൻ മോട്ടർ ഓൺ ചെയ്യും, അത് ടാങ്കിലേക്ക് വെള്ളം പോകും. ഇത് കഴിഞ്ഞ വർഷവും ഇതേ സംഭവം തന്നെ നടന്നു. അത് പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തേകാൻ ചെന്നപ്പോൾ അത് കണ്ട് ഞങ്ങൾ പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ തേകി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ഇതിനു മുമ്പേ പഞ്ചായത്തിൽ ഹെൽത്തിൽ പരാതി ചെന്നിട്ടുള്ളതാണ്. ആ ചാണകവെള്ളി ഒഴുകി വരുന്നതിൻ്റെ അവർ വന്ന് അത് ഒഴുക്കരുതെന്ന് പറഞ്ഞിട്ടും പോയിട്ടുള്ളതാണ്. അവർ ആ വഴി തപ്പി കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അതിലൂടെ ഒഴുക്കരുതെന്ന് പറഞ്ഞിട്ടും പോയിട്ടുള്ളതാണ്. ഹെൽത്തിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴും അത് അതിലൂടെ തന്നെ ഒഴുകുന്നുണ്ട്. വേനൽക്കാലത്ത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പ്രധാന കിണറ്റിലേക്ക് എത്തിച്ച ശേഷമാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത്. നായ്ക്കളുടെ ജഡം അഴുകിയ നിലയിലായതിനാൽ ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ഈ വെള്ളം ഇത്രയും കാലം ഗുണഭോക്താക്കൾ ഉപയോഗിച്ചിരുന്നു. ഏതാനും ദിവസമായി ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തു. സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ, ആരോഗ്യവകുപ്പ്, പോലീസ്, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകി. പോലീസും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കിണർ വൃത്തിയാക്കാൻ നടപടിയെടുത്തെങ്കിലും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ച് റിപ്പോർട്ട് വന്ന ശേഷമേ ഉപയോഗിക്കാവൂ എന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശുദ്ധജലത്തിന് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ അതുവരെ വെള്ളം പണം നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് ഗുണഭോക്താക്കൾ. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിലാണ് കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. നിയന്ത്രണം വിട്ടുവരുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് 300 അടിയോളം താഴ്ചയിൽ തങ്കച്ചന്റെ വീടിന് മുകളിലേക്കാണ് പതിക്കുന്നത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന ഹിൽ ടോപ്പിലാണ് മാവുങ്കൽ തങ്കച്ചന്റെ വീട്. വീടിന് 300 മീറ്ററോളം ഉയരത്തിൽ കൊടും വളവിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ജനുവരി 10 ടോറസ് ലോറി ക്രാഷ് ബാരിയർ തകർത്ത് തങ്കച്ചന്റെ പുരയിടത്തിലേക്ക് മറിഞ്ഞു. വർഷത്തിൽ 2 അപകടമെങ്കിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. അപകട ഭീതിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുകയാണ് ഇവർ. അപകടങ്ങൾ തുടർക്കഥയായതോടെ കൃഷി ചെയ്യാൻ പോലും കഴിയുന്നില്ല. ജനുവരിയിൽ മറിഞ്ഞ ലോറി 4 മാസത്തിനു ശേഷമാണ് ഇവിടെ നിന്ന് മാറ്റിയതെന്ന് തങ്കച്ചൻ പറയുന്നു. പിന്നെ ഈ വളവ് കാരണം ഒരു തരത്തിലും താഴെ കിടന്നിറങ്ങാൻ പറ്റിയില്ല. കാരണം എന്നും ആഴ്ചയിൽ ഒരു വണ്ടിയെങ്കിലും താഴോട്ട് വരിക, അതുപോലെ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളവും. ഇതൊന്ന് കെട്ടിത്തരുമ്പോൾ ഇതിന് ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കുമോ, ഇതിലൊന്നും ചെയ്യുക. നമ്മുടെ
ഭരണകൂട ജില്ലയിൽ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പം ഒരു മഴ പെയ്താലും കിടക്കാൻ പേടിയാ, വലിയ വണ്ടി വന്നാലും കിടക്കാൻ പേടിയാ. എനിക്ക് ഒത്തിരി നഷ്ടമുണ്ട്. ഇത്രയും ചെടിയും പോയി ഈ പ്രദേശം മുഴുവൻ ഇടിച്ചു പറിച്ചാ താഴെ വണ്ടി വന്നത്. എന്നിട്ട് അവനോട് നഷ്ടം ചോദിച്ചപ്പോൾ അവൻ നഷ്ടം തരാതെയാണ് ഈ വണ്ടി ഇത്രയും ദിവസം ഇവിടെ കിടന്നത്. പിന്നെ മഴ പെയ്ത് വരമണ്ടയിലോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ കൊണ്ട് ഇത് പരാതി കൊടുത്ത് ഈ വണ്ടി ഇപ്പോൾ കയറ്റി വിടുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ പലതവണ പരാതി നൽകി. എന്നാൽ റോഡ് സുരക്ഷ മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞ ഇവർ കൈയൊഴിഞ്ഞു. സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലുമാകാതെ ഭീതിയിലാണ് തങ്കച്ചനും കുടുംബവും. കട്ടപ്പനയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തയ്യാറായില്ലെന്ന് ആക്ഷേപം. അപകടത്തിൽ പരിക്കേറ്റ റോഡിൽ കിടന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സമീപിച്ചെങ്കിലും പരിക്കേറ്റ ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓട്ടം പോകാൻ ഇവർ തയ്യാറായില്ലെന്നാണ് പരാതി. വോട്ടെണ്ണൽ ദിവസം ഡ്യൂട്ടിക്കായി പോകുമ്പോഴാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ASI വിനോദ് അപകടത്തിൽപ്പെട്ടത്. കട്ടപ്പന പുളിയന്മല റോഡിൽ സ്കൂട്ടർ മറിഞ്ഞാണ് ഇദ്ദേഹത്തിന് പരിക്കേറ്റത്. ഉടൻ തന്നെ സമീപത്ത് താമസിക്കുന്ന സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. പരിക്കേറ്റ ആളെ ആശുപത്രിയിലെത്തിക്കാൻ ഇദ്ദേഹം കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി. വിവരം പറഞ്ഞെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന 5 ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഓട്ടം പോകാൻ തയ്യാറായില്ല. ഇത് ഇലക്ഷൻ്റെ കൗണ്ടിംഗ് ഡ്യൂട്ടി നടന്ന അന്നാണ് ഈ സംഭവം നടക്കുന്നത്. അനുഭവം ഉണ്ടായ എൻ്റെ ചേട്ടനാണ്. പുള്ളി ചെറുതോണി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പുള്ളി കൗണ്ടിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് സ്കൂട്ടിയുടെ ടയർ പഞ്ചറായി പെട്ടെന്ന് റോഡിൽ സ്കിഡ് ചെയ്ത് വീഴുക ചെയ്തത്. അപ്പോൾ പുള്ളി അത്ര വീട് തൊട്ടടുത്തായിരുന്നു എന്നെ വിളിച്ചു. ഞാൻ പെട്ടെന്ന് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോക്കാർ തന്നെയാണല്ലോ. അതിനോട് ചേർന്ന് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് തന്നെ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും അവിടെ ഒരു 3-4 ഓട്ടോക്കാരുണ്ടായിരുന്നു. അവരോട് എല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അവസ്ഥ പറഞ്ഞു, ഇങ്ങനെ ആക്സിഡൻറ്റ് വന്നാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ ആരും തയ്യാറായില്ല. ഞങ്ങൾ വരുന്നില്ല എന്ന് മാത്രം പറയാം. അവരെന്തോട്ടാണ് വരാത്തതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ഉച്ചയിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ഇവർ എല്ലാവരും ഓരോ രീതിയിലേക്ക് പിരിഞ്ഞു പോയി. എന്തായാലും സഹായിക്കാൻ തയ്യാറായില്ല. പിന്നെ വേറൊരു ഓട്ടോക്കാരൻ വന്നു. അപ്പോൾ അത് ഞാൻ അവരെ തടഞ്ഞു നിർത്തി കൊണ്ടുപോകണമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞപ്പോഴത്തേനും അയാളൊരു പത്രത്തിൻ്റെ വണ്ടി എന്തോ ആണ്. അദ്ദേഹം ശരി തയ്യാറായ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വണ്ടി മാറ്റിയപ്പോഴത്തേക്കും അയാൾ എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനല്ലോ. നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നു. അവിടെ 2-3 സാറന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ടു, സഹായിച്ചു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിനോട് 3-4 ഫ്രാക്ചറുണ്ട്, വായലിനും 3 പൊട്ടലുണ്ട്. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനമെത്തിച്ചാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇദ്ദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തോളലിനും വാരിയലിനും പൊട്ടലുണ്ട്. പന്നിയാർകുട്ടിയിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ മറിഞ്ഞ അപകടം. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം പുനലൂർ സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം പുനലൂർ സ്വദേശികളായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം സമീപത്തെ മൺതിട്ടയിൽ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം സമീപത്തെ മൺതിട്ടയിലേക്ക് ഇടിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും വാഹനം മൺതിട്ടയിൽ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. 16 അംഗ സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. CPM ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന KK വിനോദിന്റെ രക്തസാക്ഷി ദിനാചരണം 16-ന് ഇരട്ടയാറിൽ നടക്കും. ഏരിയയിലെ എല്ലാ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും വിനോദ് രക്തസാക്ഷി മണ്ഡപത്തിലും പതാകയുയർത്തലും പുഷ്പാർച്ചനയും നടക്കും. വൈകിട്ട് 5-ന് ഇരട്ടയാറിൽ റെഡ് വോളണ്ടിയർ പരേഡും ബഹുജന റാലിയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഏരിയയിലെ എല്ലാ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും വിനോദ് രക്തസാക്ഷി മണ്ഡപത്തിലും പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടക്കും. കൂടാതെ വൈകിട്ട് ഇരട്ടയാറിൽ റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സംഘടിപ്പിക്കും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി MM മണി മുഖ്യപ്രഭാഷണം നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. CPIM-ന്റെ ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി അംഗവും DYFIയുടെ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായിരുന്ന സഖാവ് KK വിനോദ് ഇരട്ടയാർ ടൗണിൽ കൊല ചെയ്യപ്പെടുന്നു. തികച്ചും രാഷ്ട്രീയ കാരണങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് കല്ലന്തറ അപ്പച്ചൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ നിസ്സാരമായ ഒരു പ്രശ്നം ഊതി ഉയർപ്പിച്ചുകൊണ്ട്
സഖാവ് വിനോദ് ഇരട്ടയാറ് ടൗണിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ടൗണിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് നിഷ്ഠൂരമായി അവിടെ 4-5 ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, നേതാക്കളായ PB ഷാജി, ടോമി ജോർജ്, MC ബിജു, KP സുമോദ്, ജോയി ജോർജ്, റിൻസ് ചാക്കോ, സണ്ണി ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും. CPM ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന KK വിനോദ് കൊല്ലപ്പെട്ടിട്ട് 25 വർഷം പൂർത്തിയാക്കുകയാണ്. CPM-ലും യുവജന സംഘടനാ രംഗത്തും സജീവമായി പ്രവർത്തിച്ചു വരുന്നതിനിടെ 2001 മെയ് 16-നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. വാർത്താ സമ്മേളനത്തിൽ മാത്യു ജോർജ്, MC ബിജു, റിൻസ് ചാക്കോ എന്നിവർ പങ്കെടുത്തു. രാജാക്കാട് കനകക്കുന്ന് മദ്യപ സംഘങ്ങളുടെയും ലഹരി മാഫിയുടെയും താവളമാകുന്നു. ഇതോടെ പ്രദേശം മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞു. മദ്യപിച്ചതിന് ശേഷം കുപ്പികൾ പൊട്ടിച്ചിടുന്നത് മൂലം സമീപത്തെ കർഷകരും ബുദ്ധിമുട്ടുകയാണ്. രാജാക്കാട് പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് കനകക്കുന്ന് മല. അസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പുതിയ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. എന്നാൽ നിലവിൽ ഇവിടം മദ്യപ സംഘങ്ങളുടെ താവളമായി മാറിക്കഴിഞ്ഞു. മലമുകളാകെ മദ്യക്കുപ്പികളും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മദ്യപിച്ചതിനു ശേഷം കുപ്പികൾ സമീപത്തെ കൃഷിയിടങ്ങളിൽ പൊട്ടിച്ചിടുന്നത് മൂലം കർഷകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. രാജാക്കാടിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കനകക്കുന്ന്. എന്നാൽ ഇന്ന് ടൂറിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്കോ സ്വതന്ത്രമായിട്ട് നടക്കാനോ അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ലഹരി മാഫിയയും സാമൂഹ്യ വിരുദ്ധരും കൂടി ചേർന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അവിടെ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. മദ്യപിച്ചതിന് ശേഷം അവിടെ കുട്ടികളടക്കം തല്ലിപ്പൊട്ടിച്ചിരുന്നു. അത് ചോദ്യം ചെയ്യുന്ന കർഷകരെ അടക്കം മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നിരന്തരമായി ടൂറിസ്റ്റുകൾ ഒരുപാട് പേരെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വരുന്നൊരു സ്ഥലമായിരുന്നു. എന്നാൽ ഈ ലഹരി മാഫിയയും ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെയും ഭയന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകൾ പോലും വരാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ പോലീസ് അടിയന്തരമായിട്ട് പെട്രോളിങ്ങും മറ്റു കാര്യങ്ങളിലൂടെ ഈ ഒരു സ്ഥിതിക്ക് മാറ്റം കൊണ്ടുവരേണ്ട അടിയന്തരമായൊരു കാര്യമാണ്. പഞ്ചായത്തും മറ്റ് ഭരണാധികാരികളും ഇതിൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വൈകുന്നേരമാകുന്നതോടെ മദ്യപ സംഘങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നത് മൂലം സഞ്ചാരികളും ഇവിടം ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ട്. പ്രദേശവാസികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. മദ്യപിക്കുന്നത് ചോദ്യം ചെയ്താൽ പ്രദേശവാസികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൊടുംവേനലിൽ വെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലത്ത് വ്യത്യസ്ത മാതൃക സൃഷ്ടിച്ച് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 15 വാർഡുകളിലും എത്തുന്ന കുടിവെള്ള വിതരണ പദ്ധതി ഇന്ന് ജനങ്ങൾക്ക് ആശ്വാസം മാത്രമല്ല, ജനകീയ ഭരണത്തിന്റെ മികച്ച ഉദാഹരണവുമാണ്. പാതിരാത്രി കടന്നും തുടരുന്ന കുടിവെള്ള വിതരണം സാധാരണ സേവന പ്രവർത്തനമല്ല. ഓരോ വീട്ടിലേക്കും വെള്ളം ഉറപ്പാക്കണമെന്ന ഉത്തരവാദിത്ത ബോധത്തിന്റെ തെളിവാണ്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പുതിയ ടെൻഡർ നടപടികളിലേക്ക് പോകാനാകാത്ത സാഹചര്യത്തിലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മരിയ കൺസ്ട്രക്ഷൻസ് മുഖേനയാണ് കുടിവെള്ള വിതരണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നത്. മുൻകാലങ്ങളിൽ വെള്ള വിതരണം നടന്നിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാതെ പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ ചിത്രം പൂർണ്ണമായും മാറി. ശക്തമായ വേനൽച്ചൂടിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ വെള്ളം ഉറപ്പാക്കണമെന്ന സമീപനമാണ് പദ്ധതിയെ ജനകീയമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ്, വൈസ് പ്രസിഡന്റ് സെലിൻ വിൻസെന്റ് എന്നിവർ വ്യക്തമാക്കുന്നതനുസരിച്ച് മഴക്കാലത്ത് കിണറുകളിൽ വെള്ളം ലഭ്യമാക്കുന്നതുവരെ പദ്ധതി തുടരും. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലേക്കും കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന എല്ലാ മേഖലയിലും ആര് കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞാലും അവർക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം കൊടുക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അത് മരിയ കൺസ്ട്രക്ഷൻ എന്ന ടെൻഡറുകാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വാട്ടർ അതോറിറ്റി, നമ്മുടെ പൈനാവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ അവിടെ നിന്നാണ് വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച വാട്ടർ അതോറിറ്റിയുടെ നല്ല ശുദ്ധമായ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നത്. അവിടെ വണ്ടി പോയി കിടന്ന് ക്യൂവിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് സമയബന്ധിതമായിട്ട് ഓരോ ദിവസം 3-4 വാർഡ് ഓരോ ദിവസം കുടിവെള്ളം എത്തിക്കും. അതിനുശേഷം അടുത്ത ദിവസം അടുത്ത വാർഡുകളിൽ അങ്ങനെ റൊട്ടേറ്റായിട്ട് കറങ്ങി വന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആരെങ്കിലും ഒരു ദിവസം അവർക്ക് വെള്ളമില്ല, അവർക്ക് പ്രശ്നമാണ്, അവിടെ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചു പറഞ്ഞ് മെമ്പർമാർ ഇടപെട്ട്, പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും മെമ്പർമാരും ഇടപെട്ട് എവിടെയാണോ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുവാൻ ഈ ഏജൻസി അവരെ വിളിച്ചു പറഞ്ഞ് അവർ സമയത്ത് എത്ര രാത്രിയാണെങ്കിലും ആ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വ്യക്തിയും അവരുടെ തൊഴിലാളികളും ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്.
പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ വിതരണ സംഘത്തിന്റെ ആത്മാർത്ഥതയും വലിയ പങ്കുവഹിക്കുന്നു. ഓരോ പ്രദേശത്തും വെള്ളം എത്തിച്ച് ഉറപ്പുവരുത്തുമ്പോഴേക്കും പല ദിവസങ്ങളിലും രാത്രി 1 മണി പിന്നിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു വാർഡിൽ നിന്നും പോലും വലിയ പരാതികൾ ഉയർന്നിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം. ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ഭരണകൂടത്തിന് ലഭിക്കുന്ന പിന്തുണ എത്ര ശക്തമാണെന്നതിന്റെ സൂചന കൂടിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഈ പ്രവർത്തനം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ഗ്രൂപ്പുകൾക്കുള്ള ഗുണഭോക്തൃ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കർഷക സ്വയം സഹായ സംഘങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് വിത്ത് മുതൽ വിപണി വരെ എന്ന പദ്ധതിക്കാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. പച്ചക്കറി ഉൾപ്പെടെ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷക സംഘങ്ങൾക്ക് വിത്തും വളവും നൽകുന്നതോടൊപ്പം ഉൽപ്പന്നത്തിന് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിന് വിപണിയും കണ്ടെത്തി നൽകും. സമയബന്ധിതമായി കൃഷിവകുപ്പുമായി ചേർന്ന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വിധത്തിലുള്ള പുതിയ പദ്ധതിയുടെ പ്രാഥമിക സെമിനാറും ഗുണഭോക്താക്കൾക്കുള്ള പരിശീലന പരിപാടിയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഉൽപ്പന്നം നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാകത്തക്ക രീതിയിൽ അതിൻ്റെ വിളവ് കാണത്തക്ക രീതിയിലേക്ക് ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുക. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഈ പദ്ധതിയുമായി നിങ്ങൾ ഓരോരുത്തർക്കും മുമ്പോട്ട് പോകുവാൻ സാധിച്ചാൽ കാർഷിക മേഖലയിലെ തന്നെ വലിയൊരു വിപ്ലവത്തിനായിരിക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുനിത CS സെമിനാർ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മോളി ടോമി, VA ഉലഹനാൻ, സോന ട്രീസ ജോബി, മറ്റംഗങ്ങളായി KK സുബി, സ്റ്റീഫൻ ടെസി തങ്കച്ചൻ, മാളവിക ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള റോഡരികിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. മൺതിട്ടകൾക്ക് മുകളിൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന തരത്തിൽ നിരവധി തേക്കുമരങ്ങളാണ് നിൽക്കുന്നത്. മുൻ വർഷങ്ങളിൽ മരം കടപുഴകി വീണ് അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പൊന്മുടി ഡാം ടോപ്പ് വഴി കടന്നുപോകുന്ന റോഡരികിൽ നിരവധി തേക്കുമരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മൺതിട്ടകൾക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങളുടെ അടിഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീണ് വേരുകൾ പുറത്ത് കാണാവുന്ന അവസ്ഥയിലാണ്. ചെറിയൊരു കാറ്റ് വീശിയാൽ പോലും ഇവ നിലംപതിക്കും. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും കാൽനടയാത്രികരും കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നിൽക്കുന്നത്. എല്ലാ വർഷവും മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരും പൊതുപ്രവർത്തകരും മുന്നോട്ട് വയ്ക്കുമെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കാറില്ല. ഓരോ വർഷവും മരം മുറിഞ്ഞു വീണ് KSEBക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇത്തവണയെങ്കിലും കാലവർഷം എത്തുന്നതിന് മുമ്പ് മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കാലവർഷം ആരംഭിക്കുന്നതോടെ ജില്ലയിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും മറ്റ് അപകടകരമാവിധം നിൽക്കുന്ന മരങ്ങളുമെല്ലാം വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും ഗതാഗതങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇതിനെതിരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നിരവധി പരാതികൾ നൽകുകയും ഇത്തരം മാധ്യമങ്ങളിലൂടെ വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു നീക്കി കാലവർഷം വരുമ്പോൾ അപകടങ്ങളുണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കളക്ടറുടെ ഓർഡറുണ്ട്. പക്ഷേ വനം വകുപ്പ് ഇതുവരെ ഇത് കേട്ടതായി നടിക്കുന്നില്ല. അതുകൊണ്ട് വനം വകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു നീക്കുന്നതിനുള്ള അനുവാദം നൽകണമെന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടുവാനുള്ളത്. നിലവിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മരങ്ങൾ നിൽക്കുന്നതെങ്കിലും ഇവ വെച്ചുപിടിപ്പിച്ചത് വനം വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവ മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതും വനം വകുപ്പാണ്. വർഷങ്ങളായി തുടരുന്ന വനം വകുപ്പിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറെ നേരിട്ടറിയിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി ശാസ്ത്രീയ കൃഷി പരിശീലന സെമിനാർ സംഘടിപ്പിച്ചു. തോപ്രാങ്കുടി ആപ്കോസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കൃഷിരീതികളും ശാസ്ത്രീയ അറിവുകളും സംയോജിപ്പിച്ച് കൃഷി ലാഭകരവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന കാർഷിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഏലം കർഷകർക്കുള്ള പരിശീലന സെമിനാർ സംഘടിപ്പിച്ചത്.
നിലവിൽ ഏലം കൃഷി ചെയ്തു വരുന്നവരും പുതുതായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തോപ്രാംകുടി ആപ്കോസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല നല്ല വിളവുണ്ടാവുന്നു, വിലയുണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് ഫീൽഡിലേക്ക് ആദായത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യേകതകൾ കൊണ്ട് നമ്മുടെ മേഖലയിലേക്ക് ഏലം കൃഷി വളരെ സജീവമായി വ്യാപകമായി കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ പലപ്പോഴും പരമ്പരാഗതമായ അറിവുകൾ മാത്രം വെച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കത് മണ്ണിനും ചെടിക്കും നമ്മുടെ പരിസ്ഥിതിക്കുമൊക്കെ വലിയ ദോഷം ഉണ്ടാകുന്നു. മാത്രമല്ല വിളവ് കുറയും, കർഷകർക്ക് വലിയ ചിലവൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത അറിവുകളെയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ കൃഷി രീതികളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച നിലയിലേക്ക് മികച്ച വിളവുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഈ കൃഷി ചിലവ് കുറയ്ക്കുവാനും നമ്മുടെ ചെടി ആരോഗ്യത്തോടു കൂടി ദീർഘകാലം സംരക്ഷിക്കുവാനും ഒക്കെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് അറിയിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക, ആ നിലയിലേക്ക് ഒരു നല്ല കൃഷി സംസ്കാരം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഏലകൃഷിയിലെ സംയോജിത രോഗകീട നിയന്ത്രണ മാർഗങ്ങൾ, ഏലത്തിന്റെ ഉത്തമ കാർഷിക രീതികൾ എന്നീ വിഷയങ്ങളിലായി ദേശീയ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനും പ്ലാന്റ് പതോളജിസ്റ്റുമായി ഡോക്ടർ അജയ് ഡി ക്ലാസ് നയിച്ചു. സാജു കാരക്കുന്നിൽ, സിബി ആനത്താനം, ബിബിൻ നെല്ലംകുഴി, റോബിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന ഫെസ്റ്റ് നഗരിയെ പുളകം കൊള്ളിച്ച് മർമെയ്ഡ് ഷോ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. ഒട്ടേറെ കാഴ്ചകൾ ഫെസ്റ്റ് നഗരിയെ വർണ്ണാഭമാക്കുന്നുണ്ടെങ്കിലും മത്സ്യകന്യക ഷോ ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ്. 4 മത്സ്യകന്യകമാർ മാറ്റുരയ്ക്കുന്ന ഷോയ്ക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആരാധകരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. വൈവിധ്യമാർന്ന നിരവധി എന്റർടൈൻമെന്റ് പരിപാടികളാണ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 14 വൈകിട്ട് 7:30 ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള, മെയ് 16 വൈകിട്ട് പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി നയിക്കുന്ന നാട്ടരങ്ങ് മെഗാ ഫോക്ക് ഷോ, മെയ് 17 വൈകിട്ട് കൊച്ചിൻ ഡ്രീം ടീം അവതരിപ്പിക്കുന്ന ഫാമിലി മെഗാ ഷോ എന്നിവയും നടക്കും. സ്വാതി തിരുനാൾ സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ മെയ് 15 സ്വാതി സംഗീതോത്സവം സംഘടിപ്പിക്കും. നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 8:30 വരെയാണ് പരിപാടി നടക്കുക. പ്രശസ്ത വയലിനിസ്റ്റ് നെല്ലൈ കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. കത്തി നിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകൾ സഞ്ചാരികളാൽ സജീവമായി. മലയോരത്തേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്ങൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർ പുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. തണുത്ത കാറ്റേറ്റ് പൊന്മുടി ഡാമിലൂടെയുള്ള ജലയാത്ര സഞ്ചാരികൾക്കും ഏറെ പ്രിയം. இந்த இடம் பார்த்திங்கன்னா நம்ம பொன்முடி, அதாவது நம்ம ராஜாக்காடு சைடு இருக்குது. நிறையா கெஸ்ட்டு இங்கே வராங்க. போன வருஷத்தை காட்டிக்கும் இந்த வருஷம் வந்து நிறையா கெஸ்ட்டு இங்கே நிறையா பேர் சர்ச் பண்ணி இங்கே நிறையா பேர் வராங்க. இந்த கெஸ்ட்டை பார்த்திங்கன்னா இங்கே வந்து பார்த்திங்கன்னா எக்கோ பாயிண்ட் இங்கே தான் இருக்குது. சென்னை எக்ஸ்பிரஸ் ஷூட்டிங் ஸ்பாட் இங்கே தான் எடுத்திருக்காங்க. போட்டிங் இருக்குது, அப்புறம் உள்ள பார்க் இருக்குது. இங்கே இருக்கிற நிர்வாகம் எல்லாம் நல்லா நடத்துகிறாங்க. இன்னும் நிறையா கெஸ்ட்டு வரணும்னு நாங்கள் நினைக்கிறோம். இந்த இடத்துக்கு நிறைய கெஸ்ட் வந்தால் இன்னும் கொஞ்சம் கூட நல்லா ടൂറിസം வந்து நல்லா ഡെവലപ്പ് ആകും. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വനസമാനമായ അന്തരീക്ഷത്തിന് നടുവിലെ തടാകത്തിലെ ബോട്ട് യാത്ര ഏറെ ആസ്വാദികരമെന്ന് സഞ്ചാരികളും പറയുന്നു. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല, കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനുമൊക്കെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട 254, വിൽപ്പനയ്ക്ക് വന്നത് 63,247, വിൽപ്പന നടന്നത് 60,590, കൂടിയ വില 3,106, ശരാശരി വില 2,412. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2,450, ഏലം ശരാശരി വില 2,300, കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പൂ 900, കൊക്കോ 90, റബ്ബർ 225. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,850 രൂപ, വെള്ളി 330. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HSN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. കേരളത്തെ നടുക്കിയ കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ രണ്ടാമത്തെ കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതി ജഡ്ജ് ആഷ്കെ ബാൽ ശിക്ഷിച്ചത് തൊടുപുഴ എടനാട് പുരയിടത്തിൽ വിനീഷിനെ 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് 16 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കിണറ്റിൽ 2 നായ്ക്കളുടെ ജഡം തള്ളിയതായി പരാതി. അഴുകിയ നിലയിൽ നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത് വെള്ളിലാങ്കണ്ടം PDS തുരുത്ത് ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായ കിണറ്റിൽ. ഇത് മനസ്സിലാക്കാതെ കിണറ്റിലെ വെള്ളം ഗുണഭോക്താക്കൾ ഉപയോഗിച്ചത് ഒരാഴ്ചയോളം. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിൽ കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. നിയന്ത്രണം വിട്ടുവരുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് 300 അടിയോളം താഴ്ചയിൽ പതിക്കുന്നത് തങ്കച്ചന്റെ വീടിന് മുകളിലേക്ക്. കട്ടപ്പനയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തയ്യാറായില്ലെന്ന് ആക്ഷേപം. അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സമീപിച്ചെങ്കിലും പരിക്കേറ്റയാളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓട്ടം പോകാൻ ഇവർ തയ്യാറായില്ലെന്ന് പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.